പോറ്റി ഞങ്ങൾ കയറ്റിയെന്നാണല്ലോ പറഞ്ഞത്, അല്ലാതെ ഇപ്പോൾ വിൽക്കാമല്ലോ. പോറ്റിയെ കയറ്റിയ സഖാക്കൾ എന്ന് പറഞ്ഞിട്ടല്ലേ പാട്ടുണ്ടാക്കിയേ, അല്ലേ? പാരഡി ഉണ്ടാക്കി പാടിയല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞ ഒരേ കാര്യമാണ് അന്ന്. അപ്പോൾ എന്നിട്ടോ സ്വാഭാവികമായിട്ടും സോണിയാഗാന്ധിയെ കാണുന്നത് അത്ര എളുപ്പമല്ലല്ലോ. പണ്ട് കരുണാകരനെ പോലും കാണാൻ അനുവദിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ഒരാളെ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, ഒരു MP ഉൾപ്പെടെ, ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കൺവീനർ ഉൾപ്പെടെ പോയി. ഈ രണ്ടാളാരെന്ന് മനസ്സിലായില്ല. ഒന്ന് പോറ്റി, അത് കട്ടത് കള്ള മുതൽ പങ്കുവെച്ച ഗോവർദ്ധൻ, രണ്ടാളും കൂടി പോയി. ഒരിക്കലും കാണാൻ സാധ്യത ഇല്ലാത്ത ഒരാളെ രണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അപ്പുറം ഇപ്പുറം നിർത്തിയിട്ട് കണ്ടല്ലോ. കണ്ടത് എന്തിനാണ് എന്നുള്ളതിന് ഇതേവരെ ചോദ്യം ചോദിച്ചിട്ടില്ലേ? നിങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ. മാധ്യമങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയെ മനസ്സിലാകുന്നില്ലല്ലോ. അത് അവരങ്ങനെ വിടുകയല്ലേ ചെയ്യുന്നത്. അവരത് വിട്ടു, അതോടുകൂടി അവർ വിട്ടു, അവരുടെ ആ ചർച്ചയെ വിട്ടു. ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും കണ്ടാലും ലോഹ്യം പറയുന്നതില്ലാണ്ട് വേറെ വർത്താനമില്ല, ചർച്ചയുമില്ല, വൈകുന്നേരം ഇരുന്നിട്ടില്ല ആക്രമണവുമില്ല. അത് കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങളെ ആരെയാണോ പ്രദാനം ചെയ്യുന്നത് അവരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നു. ഇപ്പോൾ കൊടിമരവും കൂടി വന്നതോടുകൂടി പിന്നെന്താ ഒരു പുതിയ ഒന്നും കൂടി വന്നില്ലേ? കൊടിമരത്തിൻ്റെ മേലെ ഉണ്ടായിരുന്നേ വാജിവാഹനം. എത്ര കിലോ ആണ് സ്വർണ്ണം ഉൾപ്പെടെ? 10.5 കിലോ. അതാണ് തന്ത്രി കൊണ്ടുപോയത്. തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. തന്ത്രിക്ക് കൊടുത്തു. എന്നിട്ട് തന്ത്രി കൊടുത്തതിനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ്. അപ്പോൾ ഇതെല്ലാം പുറത്തു വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള മുഴുവൻ എണ്ണത്തിനെയും ആരും എന്നുള്ളത് നോക്കണ്ട. ഞങ്ങളതിനകത്ത് രാഷ്ട്രീയവും കാണുന്നില്ല. ആരായാലും അവരെല്ലാം പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവന്ന ഒന്നിനെയും ഗവൺമെൻറ്റും അതുപോലെ പാർട്ടിയും സഹായിക്കണം.